LDF-നൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിച്ച് കേരള കോൺഗ്രസ് എം. UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും സീറ്റ് ലഭിച്ചില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരണോ? കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് വിരാമം. LDF-നൊപ്പം തുടരുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ജോസ് കെ മാണി. UDF ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് മുഖ്യമന്ത്രിയും LDF-ഉം. മുന്നണി മാറ്റ ചർച്ച പാർട്ടിയെ തകർക്കാനുള്ള നീക്കം. പാർട്ടി ഒറ്റക്കെട്ടെന്ന് വ്യക്തമാക്കിയ ചെയർമാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും അറിയിച്ചു. സിറ്റിംഗ് MLA-മാർ മത്സരിക്കും. ജോസ് കെ മാണി പാലായിൽ അംഗത്തിനിറങ്ങും. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. മുന്നണി മാറ്റ അഭ്യൂഹം പാർട്ടിയെ തകർക്കാനുള്ള നീക്കമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും MLA-മാരും പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്ന കാര്യം റോഷി അഗസ്റ്റിൻ തള്ളി. സഭ സമ്മർദ്ദം ചെലുത്തിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പ്രമോദ് നാരായണൻ MLA-യും പ്രതികരിച്ചു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM വോട്ടുകൾ ലഭിച്ചില്ലെന്ന് മലബാറിൽ നിന്നുള്ള അംഗങ്ങൾ യോഗത്തിൽ വിമർശിച്ചു. ഇടതിനൊപ്പം തുടരുമെന്ന് ജോസ് കെ മാണി ആവർത്തിച്ചതോടെ CPM-ന് ആശ്വസിക്കാം. പാർട്ടി ചെയർമാന്റെ തീരുമാനത്തിന് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ. അതേസമയം ജോസ് കെ മാണിയെയും കൂട്ടരെയും UDF-ൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ UDF തുടരും. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ.